ചിപ്പിലിത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഇരുമ്പു നെറ്റുകൊണ്ട് കെട്ടിയ വേലി തകർത്താണ് ആന കൃഷി നശിപ്പിച്ചത്. കോഴിക്കോട് ചിപ്പിലിത്തോടാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നയൻതാര വിവരങ്ങൾ നൽകുന്നു. നയൻതാര, ഒരു കാടിനോട് ചേർന്ന പ്രദേശമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത് ആനശല്യം സ്ഥിരമായിട്ടുള്ള സ്ഥലമാണോ? എപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്? പക്ഷേ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ആന പ്രദേശത്തെത്തി കൃഷിയൊക്കെ നശിപ്പിച്ചത്. പുതുപ്പാടി ചിപ്പിലിത്തോട് കോൺവെന്റിന്റെ പരിസരത്താണ് ആനയുടെ ഈ ഒരു ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആന എത്തിയിരുന്നു. സ്ഥിരമായി കാട്ടാന ശല്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ വലിയൊരു ആശങ്കയിലാണ്. കാരണം സ്ഥിരമായി കാട്ടാന എത്തുന്നു, ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്നു, ഒരു രൂക്ഷമായൊരു വിമർശനവും ഇവർ നടത്തുന്നു. അധികൃതരാരും ഇത്തരത്തിൽ ആന ഇറങ്ങിയിട്ടും കൃഷി നശിപ്പിച്ചിട്ടും ജനങ്ങൾക്ക് ഭീഷണി വന്ന തരത്തിൽ ആന ഇറങ്ങിയിട്ട് ഇതുവരെ അധികൃതരാരും ഈ ഭാഗത്തേക്ക് വന്നു നോക്കിയത് പോലും ഇല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. ഇവർ എന്തായാലും ഈ ഒരു പ്രദേശത്തുള്ളവർ ഈ കാട്ടാനശല്യം രൂക്ഷമായതോടെ ഏറെ ഭീതിയിലാണ് കഴിയുന്നത്. കൃഷി, അതായത് പ്രദേശത്ത് കുളത്തിന്റെ ജ്യോതിയുടെ 150ഓളം റബ്ബർ തൈകളും ബിന്നി എന്ന് പറയുന്ന അവരുടെ 5 തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട്. ഇരുമ്പ് നെറ്റുകൊണ്ട് കെട്ടിയ വേലി തകർത്തുകൊണ്ടാണ് ആന ഈ റബ്ബർ തൈകൾ, ഈ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നിരവധി ആളുകളുടെ വീട്ടുമുറ്റത്തും ഈ കാട്ടാന എത്തിയിരുന്നു. വൈകിട്ട് 6 മണിയോടെ, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിയോട് കൂടി ഇത്തരത്തിൽ ആന എത്തുന്നു. പിന്നീട് രാവിലെയാണ് തിരിച്ചു പോകുന്നത്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്.